സിനിമ എന്ന മായ ലോകം ലോകത്തിന്റെ മുൻപിൽ അവതരിപ്പിച്ച ലൂമിയർ ബ്രദേഴ്സിന്റെ കഥ. ഫ്രാൻസ് ലിയോൺ നഗരത്തിലെ ഒരു ചെറിയ ഫോട്ടോ സ്റ്റുഡിയോ. അവിടെ 2 കുട്ടികൾ വളരുന്നു, അഗസ്റ്റും ലൂയയും. അവരുടെ പിതാവ് ഒരു ഫോട്ടോഗ്രാഫറാണ്. അതിനാൽ അവരുടെ ബാല്യം മുഴുവൻ ക്യാമറകളുടെ ശബ്ദം, ചിത്രങ്ങളുടെ ഗന്ധവും. ലൂയി എപ്പോഴും ഒരു ചോദ്യം ചോദിക്കും: ചിത്രം നിൽക്കാതെ ചലിക്കുമോ? ആ ചോദ്യം തന്നെയാണ് അവരുടെ ജീവിതം മാറ്റിയത്. ഒരു ദിവസം അവരുടെ പിതാവ് അമേരിക്കയിൽ നിന്നുള്ള ഒരു യന്ത്രം കാണിച്ചു കൊടുത്തു. കൈൻറ്റസ്കോപ്പ്, ഒരാൾക്ക് മാത്രം കാണാൻ പറ്റുന്ന ഒരു ചെറിയ മൂവി ബോക്സ്. ലൂയി അത് നോക്കി ചിരിച്ചു. ഒരാൾ അല്ല, ലോകം മുഴുവൻ ഒരുമിച്ച് ഇരുന്ന് കാണണം. അതൊരു വലിയൊരു സ്വപ്നമായിരുന്നു. സഹോദരന്മാർ ഒരുമിച്ച് തീരുമാനിച്ചു, ചലിക്കുന്ന സിനിമ മനുഷ്യരുടെ മുന്നിൽ പ്രദർശിപ്പിക്കണം. വർക്ക്ഷോപ്പിൽ ഒരു മെഷീൻ റെഡിയായി. ക്യാമറയും പ്രൊജക്ടറും ഒന്നുചേർന്ന ഒരു ഉപകരണം. പേര് സിനിമേറ്റോഗ്രാഫി. ചെറിയതും ഭാരം കുറഞ്ഞതും. എന്നാൽ അതിന്റെ ഉള്ളിൽ ഒരു ലോകം പിറക്കാൻ പോകുന്നു. 1895 ഡിസംബർ 28. പാരീസ് ഗ്രാൻഡ് കാഫെ. ഒരു ചെറുകിട ഹാൾ. വെള്ളപ്പേപ്പറിൽ ഒരു വെളിച്ചം. ശബ്ദം ഒന്നുമില്ല. മനുഷ്യർ ആശങ്കയോടെ കാത്തിരിക്കുന്നു. അപ്പോൾ സ്ക്രീനിൽ തുടങ്ങുന്നു. ലൂമിയർ ഫാക്ടറിയിൽ നിന്നിറങ്ങുന്ന തൊഴിലാളികൾ. ഒട്ടും പ്രത്യേകതയില്ലാത്ത ഒരു ദിനം. പക്ഷേ കയ്യടികൾ മുഴങ്ങി. മനുഷ്യർ ആദ്യമായി നിർമ്മിച്ച ലോകം സ്ക്രീനിൽ ചലിക്കുന്നത് കണ്ടതായിരുന്നു അത്. അവർ ക്യാമറ എടുത്ത് ലോകം ചുറ്റി. റോഡ്, കടൽ, കുട്ടികളുടെ കളി, കഴിഞ്ഞ വരവ്. ജീവിതത്തിന്റെ ചെറിയ നിമിഷങ്ങൾ അവർ സിനിമയാക്കി. ലോകം ആദ്യമായി റിയാലിറ്റി ക്യാപ്ചർ എന്ന അത്ഭുതം കണ്ടു. ലൂമിയർ ബ്രദേഴ്സ് ഒരു സിനിമ സ്റ്റോറി ഉണ്ടാക്കിയില്ല, ജീവിതത്തെ സിനിമ ആക്കി കാണിച്ചു കൊടുത്തു. അവരുടെ വെളിച്ചം ഇന്നും ഓരോ തിയേറ്ററിന്റെ സ്ക്രീനിലും തെളിഞ്ഞുകൊണ്ടിരിക്കുന്നു.